ദിലീപ്, കാവ്യ മാധവൻ, മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ്. ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇവരുടേത്. മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിത സഖിയാക്കി. പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും. ഇപ്പോഴിതാ ഇവരുടെ വിവാഹം നടന്നത് ചില ദോഷ സമയത്തായിരുന്നു. ഇതിന്റെ പ്രതിഫലനമായിരുന്നു ദിലീപിന്റെ കാരാഗ്രഹവാസം എന്ന് പറയുകയാണ് ജ്യോതിഷി. ഈ പ്രവചനം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു പോവുകയാണ്. ഏകദേശം 350ഓളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ജ്യോതിഷി. അതിൽ 95% ഫലിച്ചിട്ടുണ്ട്. ചെയ്താലും ആ സിനിമയിലെ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകളിലെങ്കിലും ഒക്കെ. പക്ഷെ ദിലീപേട്ടൻ ചെയ്ത സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, അവിടെ ദിലീപേട്ടനെ അല്ലാണ്ട് വേറൊരാൾ ഇല്ലെങ്കിൽ ആ സിനിമ അത് ഇപ്പം ഈ പവിയിൽ ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഇപ്പൊ ദിലീപേട്ടൻ സിനിമ അഭിനയം നിർത്തി ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ലേ. പക്ഷെ ഇതിന് പകരം വേറൊരാൾ ഇല്ല ചെയ്യാൻ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാരണം ഇത് ദിലീപ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ദിലീപേട്ടൻ ചെയ്തു വെച്ച റോളുകളെല്ലാം. അതൊക്കെ എങ്ങനെ ദിലീപേട്ടൻ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ അത് പ്ലേസ് ചെയ്യാൻ നമ്മൾ നോക്കൂലോ. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമേ അത് അല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ശ്രമങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ജഡ്ജ് ചെയ്യുന്ന എൻ്റെ ഡയറക്ടേഴ്സ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇതാവുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ കണ്ടിന്യൂറ്റിയും ആക്ടിങ് കണ്ടിന്യൂറ്റിയും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. അതിലൂടെ പോകുമ്പോൾ അത് കറക്റ്റാണോ ഇല്ലേന്ന് പറയുന്ന ആൾക്കാരും കൂടി കറക്റ്റ് ആവുക എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ റൈറ്റർ, ഇതിൻ്റെ ക്യാമറമാൻ എല്ലാവരും ചേരുന്ന വലിയൊരു ടീം വർക്ക് ഉണ്ടല്ലോ. അതിനപ്പുറം ആ ഒരു വിധിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ സിനിമകളിലും നമ്മൾ ഓരോ സിനിമകളിൽ കലാകാരൻ എന്നുള്ള രീതിയിൽ പല വഴിക്കും പല രീതിയിലൊക്കെ നമ്മൾ വരാൻ നോക്കും. പക്ഷെ എല്ലായിടത്തും ആ ദിലീപിന്റെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതൊക്കെ സിഗ്നേച്ചർ ക്യാരക്ടർ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനിയും അതുപോലത്തെ സിഗ്നേച്ചർ ക്യാരക്ടർ ദിലീപനെ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊരു ചെറിയ ഒരു കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷങ്ങളിലേക്ക് നമുക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ അയവിറക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ആ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഇത് നമുക്ക് ഫേവറേറ്റ്സ് വിത്ത് ദിലീപേട്ടൻ. അതായത് ദിലീപേട്ടൻ തന്നെ ഇതിനകത്ത് ഓരോരുത്തരുടെയും, ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഫോട്ടോ ആണല്ലോ, ഈ ഓരോന്നും എടുക്കുക, അവരുമായിട്ടുള്ള ദിലീപേട്ടനെ ഷെയർ ചെയ്യാൻ പറ്റും. ഇന്ന് ദിലീപേട്ടൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അതേതാന്ന് പറയാം. അത്രേ ഉള്ളൂ സംഭവം. ഓരോന്നും എടുത്തിട്ട് ആരാന്ന് നമ്മുടെ ക്യാമറയിൽ ഒന്ന് കാണിച്ചാൽ മതി. ഓരോന്ന് ഇങ്ങനെ പോവാം. ആദ്യം എടുക്കണം ആരുടെ ഫോട്ടോ? ഇന്നസെന്റ് ഏട്ടന്റെ ഫോട്ടോ ആണ് ഫസ്റ്റ്. ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ഞാൻ അപ്പച്ചെന്നാ വിളിക്കണേ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താണ് വന്നത് എന്ന് വെച്ചാൽ എന്നെ അറിയപ്പെട്ടത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നെയാണ്. അതിനുശേഷം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പേഴ്സണലിയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ എനിക്കൊരു എന്താ പറയുക, ഒരു ഗൈഡ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ മുന്നിലേക്ക് നയിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എനർജി ആയിട്ടുള്ള ഒരാളായിരുന്നു ഇന്നസെൻ്റ്. എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട്, കാരണം അത്രയും ഞാൻ ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വെച്ചാൽ എടുത്തു പറയേണ്ട ഒരാളാണ്, ലെജൻഡാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എല്ലാ സ്ഥലത്തും പുള്ളീനെ കാണാൻ തുടങ്ങിയില്ലേ എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടില്ല, പുള്ളിയുടെ രീതി തന്നെ പുള്ളി പറയുന്നത് ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ആളെ സാഹിത്യകാരന്മാരുടെ ലോകത്തും ഇരിക്കണ കാണാം, എഴുത്തുകാരുടെ, കവിക്കാരെ, ഇതൊക്കെ എല്ലാ കലാരെങ്കിലും കാണാം. രാഷ്ട്രീയക്കാരെ നോക്കി MP ആയിട്ടിരിക്കുക അവിടെ കാണാം. ഈ എല്ലാ തലത്തും എന്ന ഇത്രയും ആളുകളെ മേച്ച് അമ്മയുടെ പ്രസിഡന്റായിട്ട് എത്രയോ കാലമായിട്ട് അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നേച്ചറില്ലേ അതുണ്ടാക്കി വെച്ച ഒരു വലിയ ഒരു പ്രസ്ഥാനമാണത്. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ആ ശബ്ദം. മറ്റത് മിക്ക ദിവസവും കേട്ടിരുന്ന ശബ്ദം അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം. തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ വെച്ചാൽ നമ്മളെ വിട്ടേക്കും പോവില്ല. നാദിർഷ, ഇതിനെ പറ്റി ഞാൻ എന്താ പറയണേ? പിന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ കൂടെ ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണ് എല്ലാവരും പറയുള്ളൂ. അതെ, ദിലീപേട്ടൻ തന്നെ. കാരണം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള എൻ്റെ
സുഹൃത്താണ്. കാരണം അവൻ മിടുക്കനാണ്. ഇവനെ കാണാൻ വേണ്ടി ഞാൻ പുഴ വരെ നീന്തിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ അവൻ്റെ അടുത്ത് പറയാം, നിന്നെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് വെച്ച് കളിച്ചാണ്, എന്തിനായിരുന്നു, എന്തിൻ്റെ കേടായിരുന്നു, അതൊക്കെ തമാശക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലമായിട്ട് ബിസിനസ്സുകളും ദിലീപും കാവ്യയും വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി എന്താകുമെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഞാൻ സ്വാഭാവികമായും നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു, 2016 മുതൽ 2019 വരെയുള്ള കാലത്തിൽ രാഹുർ ദശയിൽ ജനിച്ച കാവ്യ മാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയാണ്. ഇത് 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹ ഭാവമാണ് നടക്കുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏഴരാണ്ട ശനിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ കണ്ടകശനിയും ഏഴരാണ്ട ശനിയും കൂടി ചേർന്നിട്ട് വിവാഹം കഴിച്ചാൽ അതൊട്ടും തന്നെ ശരിയാകില്ല. ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല. കാവ്യയുടെ കണ്ടകശനി കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്ത് തന്നെ നടന്നു. പിന്നീട് അറിയാൻ സാധിച്ചത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി വിവാഹം നടന്നു എന്നാണ്. ഈ കണ്ടകശനിയും ഏഴരാണ്ട ശനിയും ഒത്തു നിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കാരാഗ്രഹവാസത്തിന് തന്നെ കാരണമാകും എന്ന് പ്രവചിച്ചിട്ടുണ്ട്. ദിലീപ് അങ്ങനെ ജയിലിൽ കിടന്നു. ദിലീപ് എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും എന്നും ഈ ജ്യോതിഷി പറഞ്ഞിരുന്നു. കാവ്യയ്ക്ക് ഇപ്പോൾ നല്ല സമയമാണ്. 45 വയസ്സ് വരെ ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും മോശ സമയം എന്ന് പറയാനാകില്ല. അതിനുശേഷം നല്ല കാലമാവും വരിക. പക്ഷെ ദിലീപിന്റെ സമയം അത്ര നല്ലതല്ല. എന്നാൽ ഇരുവരുടെയും രാശികൾ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാതെ മുന്നോട്ട് പോകും. ഒരു 50-50 റേഞ്ചിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഇരുവരുടെയും ജാതകം വെച്ച് നോക്കുമ്പോൾ ജീവിതം അത്ര സന്തുഷ്ടകരമായിരിക്കില്ല. എടുത്തുചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കി വെക്കും. ജാതകത്തിന്റെ വിപരീത ദിശയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓരോ വ്യക്തികൾക്കും ജാതകത്തിലെ ഒരു വഴിയുണ്ട്. അതിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ ദിലീപിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കുറിപ്പുകളൊക്കെ ഇപ്പോൾ നിറയുകയാണ്. ഒരാളെക്കുറിച്ചും താൻ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന ദിലീപിന്റെ വാക്കുകൾ ഉള്ള ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. ഇന്ന് വരെ ഞാൻ ഒരാളെക്കുറിച്ചും കുറ്റം പറഞ്ഞിട്ടില്ല. ആരെങ്കിലും കുത്തി പറയുകയോ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പരിപാടിക്കും ഞാൻ നിന്നിട്ടില്ല. ഒരു മോശമായ അവസ്ഥയിൽ ഒരാൾക്ക് മെസ്സേജിലൂടെ പോലും വേദനിപ്പിക്കുന്ന ഒന്നും അയക്കാത്ത ആളാണ് ഞാൻ. അത്രയും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ അത് വളരെ കൂടിപ്പോയി. എന്നെ ആർക്കും അറിയാം. ഞാനൊന്നും പ്രതികരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ വിട്ടേക്ക്. ഞാൻ സംസാരിച്ചാൽ ഭയങ്കര കുഴപ്പമാ. ഞാൻ എല്ലാത്തിൽ നിന്നും മാറി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരെക്കുറിച്ചും ഒന്നും പറയാനോ ആരുടെയും പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും ഞാൻ വരുന്നില്ല. എൻ്റെ പേഴ്സണൽ കാര്യത്തിലും ആരും വരണ്ട. എന്നെ വിട്ടേക്കെന്നാണ് ദിലീപ് പറയുന്നത്. ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്.